1526 മുതൽ 1857 വരെ മുഗളന്മാർ ഭരിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ച സംസ്കാരമാണ് ഭാരത സംസ്കാരം. ആരും സ്കിപ്പ് ചെയ്ത് പോരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് നമ്മുടെ സേച്ചി ഈ സംഘികളെ പറ്റിക്കുന്നുണ്ട്. സംഘികളെ പറ്റിക്കാനായിട്ട് ഇങ്ങനത്തെ കുറേ സേച്ചിമാർ ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും അവിടെ വിളിച്ചു പറയും. അത് കേട്ട് വിജൃംഭിച്ച് കൈയടിച്ച് പുളകം കൊണ്ട് അങ്ങനെ മൂത്ത് വരെ സംഘികളെ കാണുമ്പോണ്ടല്ലോ നമുക്കെന്താ തോന്നുന്നറിയോ? പുച്ഛം. പുച്ഛം, വെറും പുച്ഛം. അപ്പം അത്തരത്തിൽ സംഖ്യകളെ പറ്റിക്കുന്ന സേച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് എന്നിട്ട് നമുക്ക് സേച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. 1526 മുതൽ 1857 വരെ മുഗളന്മാർ ഭരിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ച സംസ്കാരമാണ് ഭാരത സംസ്കാരം. അവര് 1856 ബാബറിന്റെ ആക്രമണത്തോടുകൂടി പാനിപ്പത്ത് യുദ്ധത്തോടുകൂടിയാണ് മുഗള സാമ്രാജ്യം ഭാരതത്തിൽ നിലവിൽ വരുന്നത്. അന്നു മുതൽ പിന്നീട് ഔറംഗസീബിന്റെ മരണശേഷം ബഹാദൂർ ഷായുടെ മരണശേഷം വരെ നീണ്ടുനിന്നു മുഗൾ സാമ്രാജ്യം. 331 വർഷമാണ് ഭാരതത്തിനെ മുഗളന്മാർ ഭരിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 1825 മുതൽ 1890 വരെ ജീവിച്ചിരുന്ന അഹല്യാബായി ഹോൾക്കർ എന്ന ധീരവനിതയെ നമുക്ക് ഏവർക്കും അറിയാം. കിഴക്കു നിന്നും പടിഞ്ഞാറ് വരെയും തെക്കു നിന്ന് വടക്കു വരെയുമുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണം നടത്തിയ ധീരവനിതയാണ് അഹല്യാബായി ഹോൾക്കർ. മാൾവ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഭർത്താവിന്റെ മരണശേഷം തന്റെ മരുമകളെ രാജ്യമേൽപ്പിച്ച് തന്റെ രാഷ്ട്രത്തിന്റെ ചെങ്കോല് മരുമകളായ അഹല്യാബായി ഹോൾക്കറെ ഏൽപ്പിക്കുകയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തില് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വൈധവ്യമായി കഴിഞ്ഞ ഒന്നുകിൽ സതി സമ്പ്രദായം അനുചരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ വീടിന്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ ഒരു മൂലയിലേക്ക് മാറപ്പെടേണ്ട ആ കാലഘട്ടത്തിലാണ് അഹല്യാബായി ഹോൾക്കർ എന്ന ചക്രവർത്തിനി ലോകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്കാരത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തത്. കാശിനാഥ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം, ഉജ്ജയിനി, രാമേശ്വരം, ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം നടത്തിയത് ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. അഹല്യാബായി ഹോൾക്കർ എന്ന ഒരമ്മയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുംഭമേളയില്, പ്രയാഗിൽ നടന്ന കുംഭമേളയില് പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അന്ന് കാശിനാഥ ക്ഷേത്രം തൊഴുവാനും എനിക്ക് പറ്റി. അന്ന് കാശിനാഥ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു. പുറംതിരിഞ്ഞിരിക്കുന്ന നന്ദികേശനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇന്ന് ഈ ക്ഷേത്രം നിർമ്മിച്ചില്ലായിരുന്നെങ്കിൽ ആ ക്ഷേത്രവും നമ്മുടെ കയ്യിൽ നിന്നും പോയേനെ. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്ര പുനരുദ്ധാരണങ്ങൾ നടത്തിയ വനിതയാണ് അഹല്യാബായി ഹോൾക്കർ. അപ്പൊ സേച്ചി ഒന്നുകൂടെ ടെൻഷൻ അടിച്ചോ? സേച്ചിക്ക് ആകെ ടെൻഷൻ ആയി, അല്ലെങ്കിൽ വിഷമം വന്നു. എന്തോ കിടക്കണ് സേച്ചിയുടെ അഹല്യാബായി. അഹല്യാദേവിയാണ് കിടക്കണത്. എവിടെയാണ്? ചളിയിലാ കിടക്കണത്. ആരാണ് അതിന്റെ മുകളിൽ? ആ അഹല്യാബായിന്റെ മേലെ കൂടെ ചെരുപ്പിട്ട് നടക്കുന്നത് സേച്ചി. സേച്ചി ഒന്നുകൂടെ ടെൻഷൻ അടിക്കി. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? സേച്ചിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആ സേച്ചി പറഞ്ഞ അതേ വാരാണസിയിൽ തന്നെയാണ്. ആ വാരാണസിയിൽ ഇപ്പത്തെ ദൈവം ഉണ്ട് അല്ലേ? ഈ ദൈവത്തിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാറോ? സേച്ചി ഔറംഗസീബാണെന്നും പറയല്ലോ കേട്ടോ. വിഡിത്തം പറഞ്ഞ് ഈ സംഘികളെ മൊത്തം നാശാക്കണ നിങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ആധുനിക ലോകത്തിന്റെ ഔറംഗസീബാണ് ഈ അഹല്യാബായി തമ്പുരാട്ടി അല്ലെങ്കിൽ അഹല്യ ദേവിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥക്ക് കാരണം, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ അവസ്ഥക്ക് കാരണം എന്ന് സേച്ചിക്ക് അറിയോ? ഇനി ആധുനിക ലോകത്ത് ഔറംഗസീബ് സേച്ചിന്റെ ഇപ്പോഴത്തെ ദൈവം, ഇത് പണ്ടത്തെ ദൈവമല്ലേ? ഇപ്പോഴത്തെ ദൈവം അത് തന്നെ നമ്മുടെ താടിജി തന്നെ. നമ്മുടെ വിശ്വഗുരു വിശ്വദൈവമായിട്ടുള്ള താടിജിയുടെ വാരണാസി, താടിജിയുടെ മണ്ഡലം വേറെ എവിടെയല്ല, അവിടെയാണ് ഇതൊക്കെ നടക്കുന്നത് സേച്ചി. ഇതൊക്കെ വല്ലതും കാണുന്നുണ്ടോ സേച്ചി? ഇനി ആധുനിക ലോകത്ത് ഔറംഗസീബിന്ന് നമ്മുടെ താടിജിനെ വിശേഷിപ്പിച്ച ഞാനല്ല കേട്ടോ. അത് ഇപ്പോഴത്തെ ശങ്കരാചാര്യാണ്. ശങ്കരാചാര്യ അഭിമുക്തേശ്വരാനന്ദ സ്വാമികളാണ് പറഞ്ഞത്. ആധുനിക ലോകത്തിന്റെ ഔറംഗസീബാണ് നമ്മുടെ പ്രധാനമന്ത്രിജി. എന്താ പറയാൻ കാരണം? ഇതുപോലത്തെ പരിപാടികൾ കാണിച്ചു വെക്കുന്നുണ്ട്. ഇത് മുസ്ലിങ്ങൾ പൊളിച്ചതല്ല, ഔറംഗസീബ് പൊളിച്ചതല്ല. പിന്നെ സേച്ചി പറഞ്ഞ ഇന്ത്യനെ നശിപ്പിച്ച മുഗൾ, അതുകൊണ്ട് നമുക്ക് വരാം. ഇന്ത്യനെ നശിപ്പിച്ച മുഗളുടെ കാര്യം അവിടെ വെക്കട്ടെ. മുഗളിലെ ഒരു രാജാക്കന്മാരും നടത്തിയതല്ല. സേച്ചിയുടെ ഇത്രയും കാലത്തെ, അല്ലെങ്കിൽ എത്രയോ ഉജ്ജയിനി, കാശി, മറ്റേ വാരാണസി, മധുരയിലൊക്കെ സേച്ചി പറഞ്ഞ ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയിട്ടുള്ള അതേ അഹല്യാദേവിയുടെ ക്ഷേത്രം അടിച്ചു പൊളിച്ച് തകർത്ത് ദം തരികിടതവും എന്നും പറഞ്ഞിട്ടുണ്ട് പോലെ. ഇപ്പൊ സേച്ചി വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ആരാണ് ദും തരികിടതവും പൊളിച്ച്. സേച്ചി അത് മറന്നിട്ടുണ്ട്. ഈ പരിപാടി നടക്കുന്നത് എന്നാറോ? 2026 കഴിഞ്ഞ മാസം ആലുവയിലെ ഹിന്ദു ഏകതാ സമ്മേളനത്തിലാണ്. സേച്ചി അവിടെ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സേച്ചിയുടെ ഈ ദൈവത്തിന്റെ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞത്. ആകെ കുറച്ച് ക്ഷേത്രങ്ങളെ ഇനി ബാക്കിയുള്ളൂ സേച്ചിയുടെ. ഈ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമായി കരുതപ്പെടുന്ന വാരണാസിയിലെ ഒരു മണികർണിക ഘട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഈ കാണുന്ന സ്ഥലം ഇത് പൊളിച്ചങ്ങ് കളഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അഹല്യാദേവി ക്ഷേത്രം, അതിൻ്റെ കൂടെ ശിവന്റെ ഒരുപാട് ലിംഗങ്ങൾ ഉണ്ടായിരുന്നു അവിടെ.
കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പൊളിച്ചതാരാണ്? നമ്മുടെ ആധുനിക ലോകത്തെ ഔറംഗസീബായിട്ടുള്ള ഇങ്ങര പൊളിച്ചത്. ഇങ്ങനെ പൊളിച്ചത് എന്തിനാണെന്നറിയോ? നമ്മൾ വിചാരിക്കും പൊളിച്ചിട്ട് ഇനി അവിടെ എന്തോ ക്ഷേത്ര പുനരുദ്ധാരണം നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും പൊളിച്ചാന്ന് വിചാരിക്കും. അതല്ല സംഭവം. പൊളിച്ചിട്ട് അവിടുത്തെ ഈ വാരാണസി കോറിഡോർ ഉണ്ടാക്കണം. ആ കോറിഡോറിന് ഇച്ചിരി വീതി കുറവുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും കുഴപ്പമില്ല, സേച്ചി പറഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ദേവീനെയും ആ ദേവിയുടെ കൂട്ടത്തിലുള്ള ആ സ്ഥലം പൊളിച്ചിട്ടാണ്. എന്താ സേച്ചി, ഇതും കൂടെ പറഞ്ഞു കൊടുക്ക്. അവിടെ കേട്ടിരിക്കുന്ന മണിവാണങ്ങൾക്ക് ഇതും കൂടെ സേച്ചി ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ അവർ കേൾക്കേണ്ട ഈ കാര്യങ്ങൾ. ഇനി നമ്മളിത് പൊളിച്ചിട്ട് ഈ കോറിഡോർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളായിട്ടുള്ള സംഘിക്കുട്ടന്മാരെല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനല്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ഗഡ് പൊളിച്ചിരുന്നു അതിൻ്റെ ഒരു 3-4 മാസം മുമ്പ്. എന്നിട്ട് അവിടെ പണിഞ്ഞത് എന്താ അറിയോ? താജ് ഹോട്ടൽസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 5 സ്റ്റാർ ഹോട്ടൽസാണ് പണിയുന്നത്. എന്തിനാണ് പണിയുന്നത്? അവിടെയാണ് കിടക്കുന്നത് ചേച്ചി. എന്തിനാണ് പണിയുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഇന്ത്യയിലെ ജനങ്ങളെയും ഇന്ത്യയുടെ സമ്പത്തും ഇന്ത്യയുടെ സ്വത്തും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞ ദൈവം, ആധുനിക ലോകത്തെ ദൈവം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളായ സംഘികൾ വിചാരിക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടില്ല. നിങ്ങൾക്കൊന്നും വരാനുള്ള സൗകര്യത്തിന് അല്ലട മണുഗുണാഞ്ചന്മാരെ. അവിടെ വലിയ വലിയ സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടാക്കും. എന്നിട്ട് ഈ പറഞ്ഞ വലിയ അംബാനി, അദാനി, ഇവരായിട്ടുള്ള സവർണ, നമ്മുടെ ഗോപിയണ്ണം പറഞ്ഞ പോലെ സവർണ ബ്രാഹ്മണ മൂത്ത ടീമുണ്ടല്ലോ, പൈസ കൊണ്ടും എല്ലാം കൊണ്ടും മൂത്ത ടീംസ് അവിടെ വന്നിട്ട് അവർക്ക് AC റൂമിലൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് സ്പാലൊക്കെ കുളിച്ച് മസാജൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുമെങ്കിൽ ഒന്ന് ക്ഷേത്രം തൊഴുത്ത് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്. അതെ, ഇതിലിനിപ്പോൾ അനിൽ അംബാനിനെ പോലത്തെവരാണ് വരുന്നെങ്കിൽ അവിടെ ഒരു മൾട്ടിനേഷൻ സ്പാ വരെ നമ്മൾ ഉണ്ടാക്കും. വിത്ത് ഹാപ്പി എൻഡിങ്, മസാജ് വിത്ത് ഹാപ്പി എൻഡിങ്. അതുവരെ ഉണ്ടാക്കേണ്ട അവസ്ഥയാണല്ലോ. നമ്മൾ കണ്ടല്ലോ, പല ഫയലുകൾ മാറി വരുന്നുണ്ട്, പല പേരുകൾ വരുന്നുണ്ട്. ഇവരുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഒക്കെ ഫയലിൽ പച്ചക്ക് വരുന്നുണ്ട്. അതൊന്നും നമ്മുടെ സംഖ്യയോട് പറയുന്നത് കേട്ടോ. സംഖ്യയൊക്കെ അത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായി പോകും. അപ്പം അവിടെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ പൊളിച്ചിട്ട് ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ വലിയ ഹോട്ടൽസും കാര്യങ്ങളും വന്ന് അവിടെ ഈ പാവങ്ങൾക്കൊരു മണുഗുണാഞ്ചും പിണ്ണാക്കും കിട്ടുന്നില്ല ചേച്ചി. അതും കൂടെ പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ ഈ പറഞ്ഞു കയറ്റി വിടുന്ന സംഘിക്കുട്ടന്മാർക്ക് അതും കൂടെ പറഞ്ഞു കൊടുക്കുക. അവിടെ ഒപ്പം നടന്നേ ചേച്ചി ഇങ്ങനെ പൊക്കി കൊണ്ടുവന്ന അഹല്യാദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ചേച്ചി ഇത് പണ്ട് പറഞ്ഞതല്ല, ചേച്ചി കഴിഞ്ഞ മാസം പറഞ്ഞത്. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ക്ഷേത്രം അവിടെ ഇല്ല. ആ വാരാണസിയിലെ ആ ക്ഷേത്രം ഇപ്പം അവിടെ ഇല്ല. അത് പൊളിച്ചു. യോഗി സർക്കാർ പൊളിച്ചു. മോദിയുടെ മണ്ഡലത്തിലെ ഈ സ്ഥലം പൊളിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒരു മണികർണിക ഘട്ട് പൊളിച്ചു. അവിടുത്തെ ശിവലിംഗങ്ങൾ തോണ്ടിയെടുത്തെറിഞ്ഞു. എന്താ അവസ്ഥയില്ലേ? അപ്പൊ ഇത് ഒരു കാര്യം. ഇനി ചേച്ചി ആദ്യം പറഞ്ഞ കാര്യം, ചേച്ചി എന്താ ആദ്യം പറഞ്ഞിരുന്നത്? മുഗളന്മാരെ പറ്റി എന്തോന്ന് പറഞ്ഞില്ലായിരുന്നു? എന്തായിരുന്നു അത്? 1526 മുതൽ 1857 വരെ മുഗളന്മാർ ഭരിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ച സംസ്കാരമാണ് ഭാരത സംസ്കാരം. അവര് 1856 ബാബറിന്റെ ആക്രമണത്തോടുകൂടി പാനിപ്പത്ത് യുദ്ധത്തോടുകൂടിയാണ് മുഗള സാമ്രാജ്യം ഭാരതത്തിൽ നിലവിൽ വരുന്നത്. അന്നു മുതൽ പിന്നീട് ഔറംഗസീബിന്റെ മരണശേഷം ബഹാദൂർ ഷായുടെ മരണശേഷം വരെ നീണ്ടുനിന്നു മുഗൾ സാമ്രാജ്യം. 331 വർഷമാണ് ഭാരതത്തിനെ മുഗളന്മാർ ഭരിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതേ കാലഘട്ടത്തിൽ 331 വർഷം, 3 പതിറ്റാണ്ട് അല്ലേ? അല്ല, 3 നൂറ്റാണ്ട്. 3 നൂറ്റാണ്ടും 3 പതിറ്റാണ്ടും ഈ പറഞ്ഞ ഭാരതം ഭരിച്ചു മുടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ GDP ഉണ്ടായിരുന്ന ഭാരതത്തിൻ്റെ കാലം ഈ 300 വർഷങ്ങൾ. ലോക GDPയുടെ 27% നമ്മുടെ ഭാരതത്തിൻ്റെ GDP ഉയർന്നു നിന്ന കാലം. ആ കാലത്ത് ഈ പറഞ്ഞ മുസ്ലിം രാജാക്കന്മാർ ഹിന്ദുക്കളെ ഇവിടുന്ന് നശിപ്പിച്ച്, ഇവിടുന്ന് കൊന്നൊടുക്കി, ഇവിടുന്ന് തേച്ച് മാച്ച് കളയാൻ 330 വർഷം പോരായിരുന്നോ? മതിയായിരുന്നു, ഈസി ആയിട്ട് മതിയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് അവർ വിചാരിക്കുക ഇവിടെ ശരിയായ നിയമം അങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടുത്തെ സകല ഹിന്ദുവിനെ തുടച്ചു മാറ്റി കളയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി പുഷ്പം പോലെ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു കാലഘട്ടം. എന്നിട്ട് വല്ലതും പറ്റുമോ ഹിന്ദുവിന്? ഹിന്ദു ഇപ്പോഴും ഇവിടെ 80% തന്നെ അല്ലേ? അന്നത്തേനേക്കാളും കൂടുതൽ ഹിന്ദു വളർന്നിട്ടില്ലേ? ഈ ഹിന്ദുവിനെ ആരെങ്കിലും കൊല്ലാനോ വരുന്നുണ്ടോ അവിടെ? നിന്റെ ഒക്കെ താടിജി 2047 ആകുമ്പോഴത്തെ ഇവിടുത്തെ ഹിന്ദുക്കളെ ഇല്ലാണ്ടാക്കി ഇവിടെ മുസ്ലിങ്ങൾ വരും എന്നുള്ള കള്ള പരീക്ഷകൾ പറഞ്ഞു വിടുന്ന ചെറ്റത്തരങ്ങൾ ഈ പാവപ്പെട്ട സംഘി ബാണങ്ങളുടെ തലച്ചോറില്ലാത്ത തലയിൽ കയറ്റി എന്തിനാണൊക്കെ ജീവിച്ചത്? ഇമ്മാതിരി തള്ളും ഉള്ളിപ്പില്ലാത്ത വർത്താനം എന്തിനു പറയാം? ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ഭാരതം കണ്ട ഏറ്റവും നല്ല കാലഘട്ടം മുഗൾ കാലഘട്ടം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം. ലോകത്തിലെ തന്നെ ചൈനയായിരുന്നു അന്ന് സെക്കൻഡ് GDPയിൽ വന്നിരുന്നത്. അവരെക്കാളും മുകളിൽ ഏറ്റവും വലിയ സമ്പന്നതയിൽ ഭരിച്ച് സുഖിച്ചിരുന്ന കാലം.
എന്നിട്ട് അന്നൊന്നും ശരിയാ നിയമം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. 300 വർഷത്തിൽ ഒരു ശരിയാ നിയമം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഒരു തരത്തിലുള്ള ഹിന്ദുക്കളെയും ഇവിടുന്ന് അടിച്ചോടിച്ചിട്ടില്ല. ഇവിടെയൊക്കെ എല്ലാവരും അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ പല പരിപാടികളും പല ബുദ്ധിമുട്ടുകളും, അമ്പലം പൊളിക്കലും അല്ലെങ്കിൽ പള്ളി പൊളിക്കലും പള്ളി ഉണ്ടാക്കലും അന്ന് മാത്രമല്ല അതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ആര്യന്മാരുള്ള സമയത്തും ദ്രാവിഡരുള്ള സമയത്തും അതിൻ്റെ അങ്ങോട്ട് നിങ്ങൾ ഏത് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അന്ന് അമ്പലം പൊളിക്കലും അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാർ പരസ്പരം അവരുടെ നാട്ടുരാജാവിൻ്റെ ദൈവത്തിനെ കുത്തിപ്പൊക്കി മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ അമ്പലങ്ങൾ പൊളിച്ച് അവിടെ രാജ്യഭരണം അല്ലെങ്കിൽ അത് കീഴടക്കി അതിനെ പിടിച്ചെടുക്കുന്നതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു സമയത്ത് നടന്നിട്ടുണ്ട്. ഇനി മുസ്ലിങ്ങളുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം ഭാരതത്തിനെ അങ്ങോട്ട് ഇസ്ലാം രാജ്യമാക്കണമെന്നുണ്ടെങ്കിൽ അന്നാക്കാമായിരുന്നു. ഈ സുഖസുന്ദരമായിട്ട് ഇന്ത്യ ഭരിച്ചത് അവരായിരുന്നു. അതായത് ഇന്ത്യ ഊർച്ചാളി രാജാക്കന്മാരൊന്നും ആയിരുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ട് ഇന്ത്യൻ ഏറ്റവും ബെസ്റ്റ് സുവർണ കാലഘട്ടത്തിൽ ഇന്ത്യനെ ഭരിച്ച സമയത്ത് പോലും ഇത് മുസ്ലിം രാജ്യം ഇവിടുത്തെ ശരിയാ നിയമം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതുമാതിരി കളവ് ഈ പാവപ്പെട്ട സംഖ്യകളുടെ മനസ്സിലോട്ട് കുത്തിക്കയറ്റി നിറയ്ക്കാണ്ടിരിക്കും പ്ലീസ്. എന്നിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ 2026 26, 36, 46, 21 കൊല്ലം കൊണ്ട് ഈ 14-15% വരുന്ന മുസ്ലിങ്ങൾ ഇവിടെ ശരിയാ നിയമം കൊണ്ടുവരും. അവരിവിടെ ഇന്ത്യ ഭരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെ അടിച്ചോടിക്കും, ഹിന്ദുക്കളെ ഇല്ലാണ്ടാക്കും. ഉൾപ്പെടെ എന്ത് കമ്പാരിസൺ വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നത്? 10-11 കൊല്ലം കൊണ്ട് രാജ്യത്തെ മനുഷ്യന്മാരുടെ ഉള്ളിലോട്ട് അല്ലെ സംഗീതരം കൊണ്ടുവന്നിട്ട് സംഘികളുടെ ഉള്ളിലോട്ട് ഇല്ലാത്ത വിഷവും ഈ പറഞ്ഞ സകല ചെറ്റത്തരും പറഞ്ഞു വരത്തിട്ട് കൊടികുത്തി കൊണ്ടുവന്ന നിന്റെ ഈ പറഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞ അഹല്യാബായിനെ വരെ ഇടിച്ച് പൊളിച്ചിരിക്കുക ദിം തരികിടതെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിട്ട അവസ്ഥയിൽ കൊണ്ട് ഇതൊന്നും പറയാൻ നിങ്ങൾക്കില്ല. ഡൽഹിയിൽ RSS കാര്യാലയത്തിന് പാർക്കിംഗ് ഇല്ല, പൊളിച്ചു 1000 കൊല്ലം പഴക്കമുള്ള ഒരു അമ്പലം കൂടെ അവിടെ. ആരെങ്കിലും ചോദിച്ചോ? ഇല്ല, ആരും ചോദിക്കില്ല. ഇവിടെ RSSന് വേണ്ടത് ഇവിടുത്തെ അമ്പലങ്ങളുടെ പുനരുദ്ധാരണമല്ല, ഇവിടുത്തെ മനുഷ്യരുടെ ഉള്ളിലോട്ട് മതത്തിന്റെ വിദ്വേഷം, വർഗീയ വിദ്വേഷം കലത്തി കൂട്ടിയിട്ട് ഈ രാജ്യം കാലാകാലം ഭരിക്കുക, എന്നിട്ട് രാജ്യം വെട്ടിമുറിച്ച് ബാക്കിയുള്ളവർക്ക് വിൽക്കുക, കിട്ടുന്ന കാശ് കൊണ്ട് ഞണ്ണി ജീവിക്കുക. അതാണ് ഇവർക്ക് വേണ്ടത്. അത് പൊന്നു സംഖ്യകളെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളെ ഇതുപോലെ വന്ന് പരമകളവ് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കാരണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരവും അതിൻ്റെ മുമ്പത്തെ ചരിത്രവും ഒന്നും നിങ്ങൾക്കറിയില്ല. ഇപ്പം നിങ്ങൾ ഒരു ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ മുഗളന്മാരുടെ തന്നെ ഇവിടെ തുടച്ചു നിൽക്കാനുള്ള പരിപാടികളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ഗാന്ധിജിനി നെഹ്റുവിനും വരെ വെട്ടിയിട്ട് അവിടെ സവർക്കരിയും അതല്ലെങ്കിൽ ഇമ്മാതിരി ഊളകളെയും കുത്തിക്കയറ്റാനാണ് നിങ്ങൾ നോക്കുന്നത്. ഷൂ നക്കികളുടെ രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ട്രംപിന്റെ ഷൂ നക്കി ട്രംപിന്റെ ഷൂ വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ അമ്മാതിരി നക്ക അവിടെ പോയി നക്കി കൊടുത്തത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് രാജ്യസ്നേഹികൾ, ആരാണ് രാജ്യദ്രോഹികൾ എന്നുള്ളത്. ഈ രാജ്യത്തെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ബുദ്ധനും പാഴ്സിയും എല്ലാം വേണം ഇവിടെ. സമാധാനത്തോടെ ഒരു ജീവിക്കും ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ ഇങ്ങനെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വിദ്വേഷവും പകയും ദേഷ്യവും കുത്തിക്കയറ്റിട്ട് ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് ഇല്ലാ ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇവർ വരെ അടിച്ച് കൊന്നൊടുക്കി അല്ലെങ്കിൽ ഇവർ വരെ പൊളിച്ചു കളയുന്ന ദൈവങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് നിങ്ങളില്ലാത്തൊരു പത്മവ്യൂഹത്തിലോട്ട് കൊണ്ടിട്ട് വെറും വിഡ്ഢികളാക്കി കൊണ്ടിരിക്കുക. കഷ്ടം. ഏതെങ്കിലും കാലത്തൊക്കെ ചിന്തിക്കാനും അല്ലെങ്കിൽ സ്വയം ചിന്തിക്കാനൊരു കഴിവുണ്ട്. ചാണകം മാറ്റി, പശുമൂത്രം മാറ്റി, പശുമ്പനെ മാറ്റി, വിശ്വഗുരുവിനെ മാറ്റി ഒന്ന് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് വെളിച്ചം കുറച്ചെങ്കിലും തലയിൽ വരും. കഷ്ടം.